ഹായ്, ഞാൻ ശാലുദ്ദീൻ ട്രാവൽ പിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പം എങ്ങനെ എല്ലാവരും കൂടെ പോരല്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. പിന്നെ നമ്മുടെ ഈ റൂമിൽ തന്നെ കണ്ടില്ലേ, നമ്മുടെ ഈ ബാക്കിൽ ചെടിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് കേടായി തുടങ്ങി. കാരണം ഇവിടുത്തെ വെള്ളത്തിൻ്റെ ചെറിയ മിസ്റ്റേക്കാണോ അതിനി അപ്പോൾ പിന്നെ സൂര്യപ്രകാശത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അതിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ ചെടി വേറെ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ ഒന്ന് നോക്കണം. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. മോന് ട്യൂഷന് പോയേക്കാണ്, അവന് എക്സാം ആണ്. അപ്പൊ അവനറിയില്ല. അവനറിഞ്ഞു കഴിഞ്ഞാൽ സാലിമ് ഞങ്ങൾ ഈ പോണത് അറിഞ്ഞിട്ടില്ല. അപ്പൊ സാലിമിനെ ട്യൂഷന് വിട്ടിക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ അവനെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. കാരണം ട്യൂഷന് വിട്ടിരിക്കല്ലേ. അപ്പൊ പിന്നെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പൊ പ്രത്യേകിച്ചും കുട്ടികളെ കൊണ്ടുപോകാണ്ടിരിക്കുകയാണ് നല്ലത്. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാന്ന് വിചാരിക്കണം. അതെ, അപ്പൊ അങ്ങനെയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടി കയറി നേരെ ഇപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ യാത്രയിലാണ്. ഇപ്പോൾ നമ്മളുടെ അജ്മാൻ ടൗണിൽ കൂടെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒക്കെ അങ്ങനെ ചുറ്റുവട്ടത്തൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിലും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെയാണ്. കാരണം നമ്മൾ താമസിക്കുന്നത് മെയിൻ ടൗണിൽ തന്നെയാണ്. അപ്പോൾ തൊട്ട് തന്നെയാണ് എല്ലാ സംഭവങ്ങളും. വണ്ടി എടുത്ത് പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചൂട് സമയമാണെന്നുണ്ടെങ്കിൽ ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഹ്യൂമിഡിറ്റി ഒക്കെ പിടിച്ചിട്ട് വയർത്ത് കുളിച്ചാകെ നാശമാവും. അപ്പം അതാണ് പിന്നെ വണ്ടി എടുത്ത് പിന്നെ ചെടി മേടിക്കുന്നിടത്ത് പോകണം. ഇത് ഗോൾഡ് സൂക്ക് കേട്ടോ. അജ്മാനിലെ നമ്മുടെ സ്വർണങ്ങളുടെ കടകൾ മാത്രമുള്ള സ്ഥലം. ദുബായിലൊക്കെ ഉണ്ടല്ലോ ഗോൾഡ് സൂക്ക്, അതുപോലുള്ളൊരു സ്ഥലം തന്നെയാണ് അജ്മാൻ്റെ. ഇത് ബസാർ സൈഡാണ്. കടകളും കാര്യങ്ങളും ഒക്കെയുള്ള സൈഡാണ്. നമ്മൾ ചുറ്റി ഇപ്പം നമ്മളുടെ വീടിൻ്റെ ആ ഏരിയയിൽ തന്നെ തുടങ്ങിയ സ്ഥലത്ത് തന്നെ കറങ്ങി തിരിഞ്ഞു വന്നു. ഈ സിഗ്നലിന്റെ കുറച്ച് അപ്പുറത്താണ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ബിൽഡിംഗ് എത്തിട്ടോ. ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയാൽ മതി. ഇവിടെ നിന്നൊരു വണ്ടി എടുക്കാൻ നിൽക്കണ്ട, അതാണ് ഞാനിവിടെ നിർത്തിയത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടോ. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന ഈ ബിൽഡിങ്ങിലാണ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. അവന് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, ഹോസ്പിറ്റലല്ല. അപ്പോൾ അവിടെ പല ആൾക്കാരും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി വന്നിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇതാണ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതുണ്ടോ, ഈ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. എന്തായാലും പോയി വന്നിട്ട് ബാക്കി കാണാം. ഹോസ്പിറ്റലിൽ വെയിറ്റിങ്ങിലാണ് കേട്ടോ. വെയിറ്റിംഗ് ഏരിയയിലാണ്. വിളിച്ചിട്ടില്ല, നമ്പർ ടോക്കണൊക്കെ ഇട്ടിട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് നേരെ ഇറങ്ങി 2 ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ മെഡിസിൻ മേടിക്കണം. അപ്പോൾ ഇതേണ്ട ഒരു ബില്ലൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ബില്ലല്ല, മെഡിക്കലിൻ്റെ എടുത്തതിന് പറയാം. അതാ മരുന്നൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ അതിനിപ്പോൾ നമ്മളിവിടെ നിന്ന് മരുന്ന് മേടിക്കുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് കൊണ്ടുപോയി കൊടുത്തു നോക്കാം. എന്നിട്ടത് മേടിച്ചിട്ട് ഇനി വേണം നമുക്ക് മറ്റേ ചെടികൾ വിൽക്കുന്നിടത്തേക്ക് പോകാനായിട്ട്.
എന്തായാലും ഞാൻ ആ ഫാർമസിയിലൊന്ന് കയറട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഫാർമസിയിലെത്തി. ഇതാണ് ഫാർമസി. നമ്മൾ സ്ഥിരമായിട്ട് മെഡിസിനുകൾ മേടിക്കുന്ന നമ്മുടെ സ്വന്തം ഫാർമസിയാണ് കേട്ടോ. ഇവരിപ്പോൾ കടയൊക്കെ കുറച്ച് വലുതാക്കി. നമ്മളൊക്കെ ഇങ്ങനെ എപ്പോഴും വരുന്നതല്ലേ, വേണ്ട ആഹാ ഈ ചിരി നോക്ക്. നമ്മളിങ്ങനെ സ്ഥിരം വന്ന് ഇങ്ങനെ മേടിച്ച് ഇപ്പോൾ ഇവിടെ തന്നെയായി. ഇപ്പോൾ ഇതാ ഒരു പുതിയ അത് വൈഫിനെ മറ്റേ ആ സ്കിന്നിൻ്റെ അവിടെ നിന്ന് കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ മറ്റേ ഇവിടെ ഒരു ഡോക്ടറെ പോയി കണ്ടു. പക്ഷെ ഇൻഷുറൻസ് എന്തോ കവർ ആവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് സംഭവം എന്ന് അറിയില്ല. അവിടെ നിന്ന് വലിയൊരു എമൗണ്ടിൻ്റെ ഇത് പറഞ്ഞപ്പോൾ ഇറങ്ങി ഓടിയതാണ്. അത് എന്തോ മൾട്ടി വിറ്റാമിനോ കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. 4 ആഴ്ചത്തേക്ക് ടാബ്ലറ്റ് ഉണ്ട്. അത് നോക്കട്ടെ, നല്ലൊരു ഇത് ഇപ്പോൾ അറിയാം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഫാർമസിയിൽ നിന്ന് ഇറങ്ങി മരുന്നൊക്കെ മേടിച്ചു. നല്ല വിലയുള്ള മരുന്നുകളാണ് ഈ സ്കിന്നിൻ്റെ ആയതുകൊണ്ടേ. ആണെങ്കിൽ ഇൻഷുറൻസ് തൊട്ട് കവർ ആവില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മരുന്ന് കൂടി കിട്ടാണ്ടല്ലേ. അതാണെന്നുണ്ടെങ്കിൽ ഇനി അവിടെ ഉണ്ടായിരുന്നിട്ടില്ലേ. അപ്പോൾ അവൻ ഓർഡർ ചെയ്തിട്ട് നാളെ വരുത്തിച്ച് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വരട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എന്ത് ചെയ്യാം, സ്കിന്നിൻ്റെ നല്ല റേറ്റുമാണ്. പക്ഷേ ഇൻഷുറൻസ് ഒന്നും കവർ ആവില്ല. പല്ലിൻ്റെ ഇൻഷുറൻസ് കവറാവും, റൈറ്റ് ഉണ്ട്, ഇൻഷുറൻസ് കവറാവും. പക്ഷേ ഈ സ്കിന്നിൻ്റെ എവിടെ പോയാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസുകൾ കിട്ടലില്ല. നമ്മൾ ദുബായിൽ പോയോണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇൻഷുറൻസ് അവർ ചെയ്തു തന്നിരുന്നു, ദുബായ് ഒരു ഹോസ്പിറ്റലിൽ. ഇവിടങ്ങളിലൊന്നും അങ്ങനെ കിട്ടുന്നില്ല. അവർ നോക്കുന്ന തന്നെയില്ല. ഫസ്റ്റിലെ തന്നെ അത് കവറാവില്ല എന്ന് പറഞ്ഞിട്ട് പൈസയാണ് മേടിക്കുന്നത്. ഇപ്പം എന്തെങ്കിലാവട്ടെ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ മറ്റേ ചെടികൾ ഉള്ള സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട്, അത് നമുക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ചെടികൾ വിൽക്കുന്ന സ്ഥലത്ത് വന്നിട്ടോ. അതുകൊണ്ട് ചെടികൾ ഒരുപാട് ചെടികൾ ഉണ്ട് ഇവിടെ. ഇൻഡോർ പ്ലാന്റ്, അതുപോലെ തന്നെ പുറത്ത് ഔട്ട്ഡോർ വയ്ക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുന്നത് ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതുണ്ടോ, കണ്ടമാനം ചെടികളുണ്ട്. ഇതാ ഇനിയിപ്പോൾ നമ്മളുടെ അവിടെ വെച്ചിരിക്കുന്ന 2-3 ചെടികൾ അവിടെ നിന്ന് മാറ്റാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. കേടായിപ്പോയതേ വല ചെയ്യേ. ഇതാണ് നമ്മുടെ കടയിലത്തെ ബായി ഇട്ടാ. क्या नाम है आपका भाई? हाँ हाँ किस्मत खान. यही भाई का दुकान है. भाई का दुकान है ना. അപ്പോൾ ആളുടെ ഷോപ്പാണ്. ഇവിടെ കണ്ടമാനം പ്ലാന്റുകൾ കാര്യങ്ങളുണ്ട്. നല്ല നീളമാണ് കേട്ടോ, അങ്ങറ്റം വരെ ഉണ്ട്. അപ്പോൾ നമ്മളത് ഇപ്പോൾ ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതിന് നോക്കി നോക്കാം. മറ്റേ ഈ ഇതുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോ സലിയെ. മറ്റേ നമ്മൾ ഇങ്ങനത്തെ ഈ കള്ളിച്ചെടികളുണ്ടല്ലോ. ആ അതിന്റെ ചെറുതാ തന്നെ അതിന്റെ ചെറുത്. അവിടെ ബാക്കോട്ടേക്ക് വലുതുണ്ട്, അത് നോക്കി നോക്ക്. ഇവിടെ ഒക്കെ ചെടികൾ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒക്കെ മണി പ്ലാന്റ് കാര്യങ്ങൾ ഇതൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കുന്തിരിക്കത്തിന്റെ ചെടി ഉണ്ടോ. ഇങ്ങനെ കുന്തിരിക്കാൻ ഉണ്ടോ. അങ്ങനെ കുറേ സാധനങ്ങൾ നിൽക്കുന്നുണ്ട്. ഇവിടെ സാധനങ്ങളുണ്ട്. അതങ്ങനെ തന്നെ വെക്കേണ്ടി വരും. ആ ചട്ടി എടുത്തിട്ട് ചട്ടിയോടുകൂടി എങ്ങനെ ഇറക്കി വെക്കുക? ചട്ടി പ്ലാസ്റ്റിക് എടുത്ത് മാറ്റണം. പക്ഷെ ഇത് ചട്ടി ഒഴിവാക്കിയിട്ട് വേണം വെക്കണമെങ്കിൽ. ഞാൻ ചോദിച്ചു നോക്കാം, ആളോട് ചോദിച്ചു നോക്കാമല്ലോ അങ്ങനെ വെക്കാൻ പറ്റുമെന്ന്. भाई यो दूसरा वाला ये ऐसा वाला बड़ा पॉट है ना, उसके अंदर रखने का वो ये निकालने चाहिए. उसका प्लास्टिक है ना, वो निकालना चाहिए. नहीं प्लास्टिक अंदर रखेगा, लाजमी निकालना चाहिए ना. हाँ नेक्स्ट टाइम ऐसा आएगा. वो पहले हम रखा उसको वो निकाल के रखा है ऐसा वाला बड़ा पॉट में, लेकिन वो पूरा मालूम नहीं है क्या हो गया, वो डेड हो गया. हाँ प्लांट वो पूरा इंडोर का प्लांट है. ऐसा मनी प्लांट है, लेकिन सब है ना थोड़ा टाइम में ये लीफ पूरा नीचे आता है, पूरे गिर गया. पानी का देखना है ना. ഇവിടുത്തെ ഒരു ബോൺസായിയുടെ ഒരു ചെടി ഉണ്ട് കേട്ടോ. അതുണ്ടോ, ഇതിന് ചെറിയൊരു ഇതിന് വരുന്നത് 20 ദിർഹംസാണ് വരുന്നത്. അപ്പോൾ ഇത് വേണോ? ഇല്ല ഇതൊക്കെ ഒരാളുടെ തന്നെ. റക്കൂല. अब 2 എടുത്തു. वो एक मनी प्लांट चाहिए. कौन सा छोटा वाला? नहीं छोटा वाला चाहिए तो फिर ये दे.
हाँ ये वाला ये अच्छा है, ये 8 में आया वो बोला। ओके ये 10 dirham का आता है। हाँ ये 10 dirham का आता ओके वो भी दियो है। ये अच्छा है, इसका ब्रांच ज्यादा है। हाँ हाँ आप दूसरा आप खुद सा रेट कर दो, मुश्किल नहीं है। ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ടൈപ്പ് വേണോ സൊലിയ? പടർന്ന് കിടക്കുന്ന ടൈപ്പ്, മുകളിൽ വെച്ച് താഴോട്ട് കിടക്കുന്ന ടൈപ്പ്. കൊളത്തിടണ്ട, ആ ചട്ടിയിൽ തന്നെ വെച്ച് താഴോട്ട് കിടക്കും, ഏറ്റവും മുകളിൽ വെച്ചപ്പോരെ. ഇങ്ങനെ പടർന്ന് നിൽക്കുന്ന ടൈപ്പ്. 20 का आता है, उसके അച്ഛാ ആ ഇത് വേണ്ട, ഇത് കള്ളിച്ചെടിയാണ്. ഇതൊക്കെ ഇതൊക്കെ നല്ല ചെടിച്ചട്ടികൾ. ഇത് എന്തൊക്കെ? ഇത് കാശ് കുടിക്കടി, ഇത് കാശ് കുടിക്കാതെ. ആ ഇത് കാശ് കുടിക്കട്ടെ. നല്ല ഡിസൈൻ ഉണ്ട്, പിന്നെ ചട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഉണ്ടോ? നല്ല വലിയ ചട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മുന്നിൽ പോയി മേടിച്ച സ്ഥലത്ത് വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇച്ചിരി റൈറ്റ് കൂടുതൽ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാട് പോലെ വെച്ച് പിടിപ്പിച്ചേക്കട്ടോ. മുല്ലയൊക്കെ നിൽക്കുന്നുണ്ട്, മുല്ല 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 ഇതേ മുല്ല. തുളസികളുണ്ട്. ഇത് പനിക്കൂർക്കല്ലേ? ഇത് പനിക്കൂർക്ക ഇങ്ങനത്തെ വേണോ? ഈ ചെടി വേണോ? അത് ഇത് ഉള്ളിലിരിക്കണ്ടാവും. ഇത് ഇങ്ങനെ ഈ ഇലകൾ ഒടിഞ്ഞ പോലെ ഇരിക്കുന്നതാ. അത് നമുക്ക് ഇതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള കടയിലും ഇത് ഒറ്റ ഒരാളുടെ തന്നെ കേട്ടാ. ഷോപ്പുകൾ തിരിച്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വേറെ ആളുടെ ആയിരിക്കുന്നു വിചാരിച്ച്. ഇവിടെ നിൽക്ക് നല്ല മറ്റേ കടലാസ് ചെടിയില്ലേ നമ്മുടെ നാട്ടിലത്തെ, ആ സെയിം തന്നെ ഇവിടെ കണ്ടോ. സ്ഥലം ഇങ്ങനെ നമ്മുടെ വേലിക്കൊക്കെ നിൽക്കുന്ന സാധനം കണ്ടോ. ഇവിടെ ഒക്കെ നല്ല പൈസ ഉണ്ടാവട്ടെ ഇതിന്. നോക്ക് ഇതുണ്ടോ എൻ്റെ പൊന്നേ. ഇതൊക്കെ എന്താ അറിയാത്ത കുറെ ചെടികളുണ്ടല്ലോ. തെങ്ങൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ ഇത് നോക്കിയ സാധനം. ഇത് വേണോ? ഇത് വേണോ? പെട്ടെന്നേ, അതായത് കുറെ നാള് നിൽക്കുന്ന ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എടുക്ക്, അതായിരിക്കും നല്ലത്. ഇതൊക്കെ മറ്റേ സാധനം ആ ആണോ? പക്ഷെ അധികം പൈസ ഉണ്ടാവില്ല. പക്ഷെ അത് ഔട്ട്ഡോർ വയ്ക്കണതാ. കേടാവും. ഇതൊക്കെ നല്ല ഇതൊക്കെ മറ്റേ സാധനം ചെത്തിയാണോ? ഇത് ഇതൊക്കെ ഇത് വെറൈറ്റി ചെത്തി. ഇതുണ്ടോ? ഒരു പച്ചലപ്പ ഈ ചാടി നടക്കും. മറ്റൊക്കെ വേറെ കുറെ ഉണ്ടായിരുന്നു. ഇവിടെ വളരെ ഈ വലിപ്പമുള്ളതുകൊണ്ടില്ല, ഒക്കെ വലിയ വലിയ ചെടികളാട്ടോ. കൂടുതലും ഔട്ട്ഡോർ വയ്ക്കുന്ന ചെടികളാണ് കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുറവാണ് സാധനങ്ങൾ. നമ്മൾ വേറെ മാർക്കറ്റ് ഉണ്ട്, മറ്റേ ചിക്കനും ബീഫൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഉണ്ട്. അവിടെ കണ്ടമാനം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവിടെ നിന്ന് എടുത്തത്. അവിടെ ഉണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ നല്ല. പക്ഷെ പല വെറൈറ്റി സാധനങ്ങൾ ഇവിടെ അതങ്ങനെയൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ടൈം അവിടെ പോകും. തൽക്കാലം ഇപ്പം 2-3 മേടിച്ചിട്ട് നമുക്ക് ഇവിടെ സ്ഥലം കാലിയാക്കാം. അതിൽ നിന്നും ഫുള്ള് നോക്കിയിട്ട് എടുക്കാം ഏതാ വേണ്ടതെന്നുള്ളത്. അത് നമ്മളെ മണ്ണ് മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം കേട്ടോ വണ്ടിയുടെ. അപ്പോൾ മേടിച്ചിട്ടോ, അത് 3 എണ്ണം നമ്മൾ മേടിച്ചു. പൈസ കുറവെന്നൊക്കെ മൂപ്പര് പറഞ്ഞത്. കുറവും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ 85 ദിർഹംസ് എല്ലാത്തിനും കൂടി വന്നു. മൂപ്പര് 80 ദിർഹംസ് എന്നും പറഞ്ഞിട്ട് തന്നു. കുറവെന്നൊന്നും പറയാൻ പറ്റില്ല, വലിയ കാര്യമായിട്ട് കുറച്ചൊന്നുമില്ല. എന്തായാലും കുഴപ്പമില്ല, പോട്ടെ. കിട്ടിയത് എന്തായാലും ആവശ്യം അവിടെ ഉള്ളതൊക്കെ പോയി നമ്മളുടെ നാശമായി. വേറെ എടുത്തതാണ്. എന്തായാലും മൂപ്പര് അത് വണ്ടി കൊണ്ട് വെച്ച് തരാൻ വേണ്ടി കാശ് കിട്ടിയതല്ലേ. ഇതാണ് അജ്മാൻ്റെ ബസ് സ്റ്റോപ്പ്. അജ്മാൻ്റെ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് കംപ്ലീറ്റ്. ഓക്കെ, ആ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ തന്നെയാണ് ഈ ഷോപ്പ്. പക്ഷേ റേറ്റ് ഭയങ്കര കൂടുതലാണ് എല്ലാ സാധനങ്ങൾക്കും. ഫുള്ള് ഉണ്ടോ വലിയ വലിയ ബസ് സ്റ്റാൻഡ്. അങ്ങറ്റം മുതൽ ഉണ്ടോ ഇങ്ങറ്റം വരെ ഉണ്ട് ബസ് സ്റ്റാൻഡ് വരെ. എന്തായാലും സാധനങ്ങളൊക്കെ കിട്ടി. നമ്മൾ എന്തായാലും നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാം.
മെയിനായിട്ട് വേണ്ടത് മണ്ണായിരുന്നു. കാരണം ആ മണ്ണ് കംപ്ലീറ്റ് മാറ്റണം അവിടെ നിന്ന്. വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ ചെടി മേടിച്ച സമയത്ത് അവിടെ അയാൾ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വേറെ ഇതുകളൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാ ആഴ്ചയിലും ഒഴിച്ചു. കാരണം 7 ദിവസം എത്തുമ്പോൾ നമ്മൾ വെള്ളം മേടിച്ചിട്ട് വെള്ളം പൈപ്പിൽ നിന്ന് എടുത്തിട്ട് അതിൽ ഒഴിക്കുമായിരുന്നു. പക്ഷെ മോൾവശം ഉണങ്ങിയ പോലെ കിടക്കുന്ന കാണാം, പക്ഷെ അടിയിൽ വെള്ളം നിൽക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. എന്തായാലും 7 ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു. എല്ലാ ചെടികളും ഈ പറഞ്ഞ കംപ്ലീറ്റ് പഴുപ്പ് പോലെ വന്ന് പിന്നെ നോക്കുമ്പോ കാണണ്ടേ നമുക്ക്. പിന്നെ ഈ സാധനം നമ്മുടെ നാട്ടില് പുറത്തൊക്കെ അല്ലേ വെച്ച് കണ്ടുള്ളൂ. ഈ ഉള്ളിൽ വെക്കുന്ന ചെടികളും കാര്യങ്ങളൊന്നും നമ്മളത് അത്ര അധികം യൂസ് ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ എന്തായാലും മണ്ണൊക്കെ മാറ്റിയിട്ട് നോക്കാം. ഇപ്പൊ ഇയാള് പറഞ്ഞു 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസമൊക്കെ എത്തുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതും അത്രയും മണ്ണ് അത്രയും ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പൊ ഇയാള് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായി. അപ്പൊ ഇനിയിപ്പോ എന്തായാലും അങ്ങനെ നോക്കി നോക്കാം. അല്ലേ ഒക്കെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പോയില്ലേ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോ നമുക്കത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമുക്ക് അപ്പുറത്തെ മറ്റേ മാർക്കറ്റിലുള്ള വലിയ കടയിൽ പോകുമ്പോ എന്തായാലും അവിടുന്ന് വെറൈറ്റി കുറച്ച് ചെടികൾ വേറെ മേടിക്കാം. പിന്നെ മോനെ കൊണ്ടുവരേണ്ട ടൈം ആവാറായി. ഇപ്പൊ സമയം ഏകദേശം 8 മണി ആവാറായി. ഞങ്ങള് പുറത്തു പോയി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അവനറിയും, പുറത്ത് പോയി അവനറിയാം. പോവലില്ലേട്ടോ, ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. എന്തായാലും നോക്കി നോക്കാം. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ മാത്രം പെട്ടെന്ന് വരലുള്ളൂ, പിന്നെ കൊണ്ടുപോകണ്ട്. എന്തായാലും നമുക്ക് പോവാം. വേഗം പോയി വീട്ടിൽ പോയിട്ട് സാലിമു വരണതും കൂടി ഞാൻ കാണിച്ചു തരാട്ടാ ഇത് കഴിഞ്ഞിട്ട്. എന്നിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. സാലിമു വരുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. എന്താണ് ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ഈ ലിഫ്റ്റിൽ വരാട്ടിരുന്നേ? ഒക്കെ കഴിഞ്ഞ പഠിച്ചൊക്കെ കഴിഞ്ഞാ? ഇനി എവിടേക്ക് പോണേ? അപ്പൊ കണ്ടില്ലേ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അയയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.